അരിപ്പൊടി കൊണ്ട് വെറും 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു പഞ്ഞിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. മാവ് ഉണ്ടാക്കി അപ്പം തന്നെ ചുട്ടെടുക്കാം. വെറും 2 മിനിറ്റ് മതി കേട്ടോ ഇത് ഉണ്ടാക്കാൻ. സെപ്പറേറ്റായിട്ട് കറിയൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. കറി കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ എത്രത്തോളം ഇത് സോഫ്റ്റ് ആണെന്ന് മനസ്സിലാവുന്നുണ്ടാവും. ഇതിലേക്ക് നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡ അങ്ങനെ ഒന്നും അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ 1/2 കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 കോഴിമുട്ടയാണ് കണക്ക്. 1 കപ്പ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ 2 കോഴിമുട്ട എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ ചോറും, അതായത് 1/4 കപ്പ് ചോറും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം കേട്ടോ. ഇത് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇതിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഇപ്പം തന്നെ നമ്മൾ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ദോശ പോലെ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു അപ്പം പോലെ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ണിയപ്പ ചട്ടിയിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ചുടുന്നത്. അപ്പം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ഉണ്ണിയപ്പ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കണ്ണൂർ ഭാഗത്തൊക്കെ ഇതുപോലുള്ള ഒരുപാട് അപ്പങ്ങളുണ്ടല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു മലപ്പുറം ഏരിയയിലൊന്നും ഇതുപോലെ ഓയിലി ആയിട്ടുള്ളതൊന്നും അധികം ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരം സ്നാക്ക് പോലെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. ഇതാ കുഴികളിലൊക്കെ എണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇത് 2 സൈഡും ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ മാവ് ഒഴിക്കുന്ന സമയത്ത് കുഴികളിൽ അങ്ങോട്ട് നിറച്ച് ഒഴിക്കരുത് കേട്ടോ. ഒരു പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവല്ലേ, അപ്പോൾ അതൊന്ന് ചൂടാവുമ്പോൾ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ കുഴികളിൽ നമ്മൾ നിറച്ചൊഴിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് മാവ് ഷേപ്പില്ലാതെ അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ ഇതാ ഒരു ഭാഗം റെഡിയായപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ്. നിങ്ങൾ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും എത്രത്തോളം സോഫ്റ്റ്നെസ് ഉണ്ട് എന്നുള്ളത്. തേനീച്ചക്കൂട് പോലെ ആരൊക്കെ എടുത്തിട്ടുള്ളൊരു അടിപൊളി അപ്പാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളത് കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടാവും. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് മധുരത്തോടെ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ കറി കൂട്ടി കഴിക്കാം. ഇനി കറി ഇല്ലാതെയാണെങ്കിലും മധുരം ഇല്ലാതെ കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. ആ വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവറും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കോഴിമുട്ടയൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.